ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് 45 ന്യൂട്രോണുകളും ജലന്ധരൻ്റെ കഥയും മഹാരൗരവമെന്ന നരകവും. നമ്മൾ ആറ്റത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആറ്റത്തിൽ നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ്? പ്രോട്ടോൺ ഉണ്ട്, നടുവിൽ ന്യൂട്രോൺ ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആറ്റത്തിൻ്റെ ഘടനയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നമ്മൾ ന്യൂട്രോണിനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പം ന്യൂട്രോൺ ആദ്യം എന്താ സംഭവിക്കുന്നത്? ഈ ആറ്റം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ചില സംഭവങ്ങളെല്ലാം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രോസസ്സൊന്നും നമ്മൾ അധികം പറഞ്ഞിട്ടില്ല. അപ്പം അതിനെപ്പറ്റി ഈ കഥയിലൂടെ വ്യക്തമായിട്ട് വിവരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മോഡേൺ സയൻസ് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷേ ആ സ്റ്റെപ്പുകൾ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ വേദങ്ങൾ അങ്ങനെയല്ല. ഓരോ സ്റ്റെപ്പും ക്ലിയർ ആരെല്ലാം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പത്മപുരാണത്തിൽ നിന്നുള്ള കഥ കേട്ടതിൻ്റെ ശേഷം നമുക്ക് ന്യൂട്രോണെ പറ്റിയും മഹാരൗരവമെന്ന നരകത്തെപ്പറ്റിയും എല്ലാം മനസ്സിലാക്കാം ജലന്ധരൻ്റെ കഥയിലൂടെ. നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം. ഇന്ന് ജലന്ധരൻ്റെ കഥ പറയാം. ഇത് പത്മപുരാണത്തിൽ നിന്ന് എടുത്തതാണ്. ഒരു ദിവസം ഇന്ദ്രൻ കൈലാസത്തിൽ പോയി. അവിടെ ശിവൻ നിൽക്കുന്നത് കണ്ടു. ആളറിയാതെ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ശിവന്റെ തല വെട്ടി. അപ്പോൾ അതിൽ നിന്നും അഗ്നി പുറത്തു വന്നു. ഈ അഗ്നി ഇന്ദ്രനെ നശിപ്പിക്കാൻ ഒരുങ്ങി. അപ്പോൾ ഇന്ദ്രൻ ശിവനോട് ക്ഷമ ചോദിച്ചു. ശിവൻ ക്ഷമിച്ചു. ശിവൻ ഈ അഗ്നിയെ സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചു. അതിൽ നിന്ന് ജലന്ധരൻ ഉണ്ടായി. ബ്രഹ്മാവ് ജലന്ധരനെ ഏറ്റെടുത്തു. ജലന്ധരൻ ബ്രഹ്മാവിൻ്റെ കണ്ണിന് നേർക്ക് ഇടികൊടുത്തു. ശിവന് മാത്രമേ ജലന്ധരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വരം ബ്രഹ്മാവ് കൊടുത്തു. തുടർന്ന് സ്കന്ദപുരാണത്തിൽ ഇങ്ങനെ പറയുന്നു: അസുരനായ ജലന്ധരൻ ലോകമെല്ലാം കീഴടക്കി. എന്നിട്ട് അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇനി ശിവൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കൈലാസത്തിലേക്ക് പോയി. അപ്പോൾ ശിവൻ തൻ്റെ കാൽമടമ്പ് സമുദ്രത്തിൽ വച്ച് മഥനം ചെയ്തപ്പോൾ അതിൽ നിന്ന് സുദർശന ചക്രം ഉണ്ടായി. ശിവൻ ജലന്ധരനോട് പറഞ്ഞു, ഈ സുദർശന ചക്രത്തെ ഉയർത്തിയാൽ മാത്രമേ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുകയുള്ളൂ. ജലന്ധരൻ ആ സുദർശന ചക്രത്തെ ഉയർത്തി. അപ്പോൾ അത് അവൻ്റെ കഴുത്തറുത്തു, അവൻ്റെ ശരീരം മുഴുവനും ഛിന്ന ഭിന്നമാക്കി. ശിവൻ അവൻ്റെ മാംസവും രക്തവുമെല്ലാം യമലോകത്ത് എത്തിച്ചു. യമൻ അതുകൊണ്ട് മഹാരൗരവം എന്ന നരകം സൃഷ്ടിച്ചു. അപ്പോൾ ഇന്ദ്രൻ ഒരു ദിവസം കൈലാസത്തിൽ പോയി. അപ്പം സൃഷ്ടിയുടെ സമയത്താണ്. കഥയിൽ കൈലാസം എന്നെല്ലാം പറയുന്നത്. കൈലാസം എന്ന് പറഞ്ഞാൽ കുറേ ഒരു കുന്നുമാരിയുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടെ ശിവനോ രുദ്രനോ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ കുന്ന് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. കാരണം സൃഷ്ടി നടക്കുമ്പോൾ ആദ്യം വേവ്സേ ഉണ്ടായിരുന്നുള്ളൂ. കടലിന് സമാനമാണ്. കുറേ വേവ്സും കുറേ അങ്കീരസ് കണങ്ങൾ, പലതരം കണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വേവ്സിൽ നിന്ന്. അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് കുറേ ന്യൂക്ലിയസുകൾ ഉണ്ടായത്. ആ ന്യൂക്ലിയസ് ഒരു പർവ്വതം മാതിരിയാണ്. അപ്പം കുറേ കുന്നുമാരിയുള്ള, കാരണം ഇത് കുറേ
കാര്യങ്ങൾ കൂടിക്കലർന്ന ഒരു കട്ടിയായ സാധനമാണ്. അന്നത്തെ സമയത്ത് ഏറ്റവും വലിയ കട്ടിയായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസ് ആണ്. അത് വളരെ ചെറുതാണെങ്കിലും അന്നത്തെ കാലത്ത് ഒന്നുമില്ലാത്ത സമയത്ത് കുറേ വേവ്സ് മാതിരിയുള്ള സമയത്ത് ഇത് തന്നെയാണ് കുന്നുകൾ. അത് കൈലാസം എന്ന് പറയും. പർവ്വതത്തിന് സമാനമാണ്. കുറേ കട്ടയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഈ കട്ട എന്ന് പറയുമ്പോൾ നമ്മളെ ഭാവനയിലുള്ള കട്ടയായിപ്പോൾ ഇത് ന്യൂക്ലിയസ് ആണ്. പ്രപഞ്ചത്തിൽ ഒന്നുമില്ലാതെ വേവ് മാത്രമേ കുറേ ചെറിയ കണങ്ങൾ, വളരെ ചെറിയ കണങ്ങളുള്ള സ്ഥലത്ത് കണങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്ന ന്യൂക്ലിയസ് ഒരു പർവ്വത സമാനമാണ്. അപ്പോൾ ഇന്ദ്രൻ അവിടെ പോയി. ഇന്ദ്രൻ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ദ്രനാണ് സൃഷ്ടി നടത്തുവാനുള്ള എല്ലാ ഉത്തരവാദിത്വവും, അതിൻ്റെ കോർഡിനേറ്ററാണ്. എല്ലാം നോക്കിയിട്ട് മേസ്ത്രിയാണ്, എല്ലാം നോക്കിയിട്ട് ചെയ്യുന്ന ശക്തിയാണ്. ആ മേസ്ത്രീൻ്റെ പ്രാധാന്യം ഈ കഥയിലൂടെ മനസ്സിലാകും. ഇന്ദ്രൻ ഒരു ദിവസം കൈലാസത്തിൽ പോയപ്പോൾ അവിടെ ശിവൻ നിൽക്കുന്നതാണ് കണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പം ഈ പാർട്ടികളേ ഉള്ളൂ, ഒരു ന്യൂക്ലിയസേ ഉള്ളൂ. പക്ഷേ ഇന്ദ്രന് ശിവനെ മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാകാഞ്ഞ? ശരിയായ ശിവന്റെ രൂപത്തിലല്ല അന്ന് ശിവൻ ഉണ്ടായിരുന്നത്. ശരിയായ ശിവന്റെ രൂപം എന്താണ്? ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. ഇത് കൂടിയതാണ് ന്യൂക്ലിയസ്. അതിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണേ ഉള്ളൂ, ന്യൂട്രോണ് ചാർജ് ഇല്ല. അപ്പം കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിന് ചാർജ് ഉണ്ട്. ആ രൂപത്തിലുള്ള രുദ്രനെയായിരുന്നു ശിവൻ ആർക്കറിയാം? ഇന്ദ്രൻ അറിയാം. അല്ലാതെ അവിടെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആദ്യം അവിടെയുള്ള സാധനം അത്തരത്തിലല്ല. ന്യൂക്ലിയസ് അറ്റലായിട്ട് തന്നെയുണ്ട്, പക്ഷേ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ശരിയായ നമ്മൾ ഇന്ന് രുദ്രനെന്ന് കൊണ്ടിട്ടുണ്ട്, ശിവനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ തരത്തിലല്ല അന്നുണ്ടായിരുന്നത്. എന്തായിരിക്കാം അതിന് കാരണം? ആദ്യം നമുക്കറിയാം കുറേ കണങ്ങളാണ് ഉണ്ടായത്. ആ കണങ്ങളിൽ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ എത്രമാത്രം പ്രോട്ടോണും ഇലക്ട്രോണും വേണോ അത്രയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ പരമാത്മാവിൻ്റെ പ്ലാൻ അനുസരിച്ച്. അത് തന്നെ തുല്യ അളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര പ്രോട്ടോൺ ഉണ്ടോ, 10 കോടി പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 കോടി 1 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 കോടി 1 ഇലക്ട്രോൺ. ആ കണക്കിലാണ് സൃഷ്ടിച്ചത്. അത്രയും കൃത്യതയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒന്നായിട്ട് പ്രോട്ടോൺ മാത്രമായിട്ട് നിലനിൽക്കില്ല. എപ്പോഴും പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാകും. ഇവർ തമ്മിൽ ആകർഷണമുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ പ്രപഞ്ചം മുഴുവൻ ഭാവനയെ കാണുക. പ്രപഞ്ചം മുഴുവൻ കുറേ പ്രോട്ടോണും ഇലക്ട്രോണും ഉണ്ടായി. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, കൂടിച്ചേരും. അതാണ് നമ്മുടെ യുക്തി ചിന്ത. അതായിരിക്കും ആദ്യം സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടായ പ്രോട്ടോണും ഈ ഉണ്ടായ ഇലക്ട്രോണും എല്ലാം കൂടിച്ചേർന്ന് കുറേ ന്യൂട്രോണായിട്ട് മാറും. ചാർജ് ഇല്ലാതെ പ്രോട്ടോണും ന്യൂട്രോണും കൂടിച്ചേർന്ന് പ്ലസും മൈനസും ചേർത്ത് കഴിഞ്ഞാൽ ന്യൂട്രൽ ആയിപ്പോകും. അങ്ങനെയാണ് ന്യൂട്രോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്? ന്യൂട്രോണായി മാറും. ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം അത് കയറിയിട്ട് ന്യൂട്രോണായിട്ട് മാറും. കുറേ ന്യൂട്രോൺ കണങ്ങളായിട്ട് മാറും. പിന്നെ നമ്മൾ മോഡേൺ സയൻസിൽ പഠിച്ചു തന്നെയാണ് ആറ്റങ്ങൾ തമ്മിൽ എന്തുണ്ട്? വസ്തുക്കൾ തമ്മിൽ ആറ്റങ്ങൾ, മറ്റേ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് അല്ല, വസ്തുക്കൾ തമ്മിൽ ആകർഷണമുണ്ട്. അങ്ങനെ ആകർഷണം കൊണ്ട് എന്ത് ചെയ്യും? കുറേ ന്യൂട്രോണുകളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കട്ടയായി തീരും. അത് തന്നെയാണ് ന്യൂക്ലിയസ്. കുറേ ന്യൂട്രോൺ കൂടി ചേർന്നിട്ട് ഒരു കട്ടയായിട്ടിരിക്കുന്നതാണ് ന്യൂക്ലിയസ്. അതിനാണ് നമ്മൾ രുദ്രൻ എന്ന് പറഞ്ഞത്. പക്ഷേ ആ ന്യൂക്ലിയസിന് എന്തില്ല? ചാർജില്ല. കാരണം ന്യൂട്രോണാണുള്ളത്. ഇലക്ട്രോണും പ്രോട്ടോണും കമ്പൈനായി, പിന്നെ ചാർജുള്ള കണങ്ങളൊന്നുമില്ല. ഈ ന്യൂട്രോൺ കൂടി ചേർന്നിട്ട് കട്ട മാതിരി കിടക്കുകയാണ് പർവ്വതത്തിൽ. കൈലാസ പർവ്വതം, അതിനാണ് കൈലാസ പർവ്വതം എന്ന് ചിത്രീകരിച്ചത്. അങ്ങനെ ന്യൂട്രോൺ ആയി കഴിഞ്ഞാൽ പ്രോട്ടോണും ഇലക്ട്രോണും ഒന്നും ഇങ്ങനെ ചുറ്റുന്ന ആറ്റുമില്ലെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം ഉണ്ടാവില്ല. പ്രപഞ്ചത്തിൻ്റെ പരിപാടി പൊളിഞ്ഞു, പിന്നെ പ്രപഞ്ചം ഉണ്ടാവില്ല. ഇപ്പം യഥാർത്ഥത്തിൽ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാം ന്യൂട്രോണാകും, ന്യൂട്രോൺ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ന്യൂട്രോൺ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കുറേ പർവ്വതങ്ങളെ സഹിതം കുറേ ഗോളങ്ങളായിട്ട് ന്യൂട്രോണുള്ള കുറേ ന്യൂക്ലിയസുകൾ ഉണ്ടായിട്ട് ലോകം മുഴുവൻ അങ്ങ് നിറയും. അതോടുകൂടി പ്രൊഡക്ഷൻ ഈ
പ്രപഞ്ച സൃഷ്ടിയും നിൽക്കും. ആറ്റം ഉണ്ടായാലേ കൂടി ഈ ഒക്ടറ്റ് റൂളെല്ലാം നമ്മൾ കണ്ടില്ല. അതിനെല്ലാം മേടിക്കുക ഇലക്ട്രോൺ ചുറ്റുന്ന ഈ തത്വം എല്ലാം വേണം. ഇതൊന്നുമില്ല, എല്ലാം ന്യൂട്രോണായിപ്പോയി. അപ്പൊ ഇന്ദ്രനാണ് ചെന്നേരപ്പം ഇങ്ങനെ കുറെ കട്ട കിടക്കുന്നത്. രുദ്രനാണെന്ന് മനസ്സിലായില്ല, കാരണം ആ രൂപത്തിലല്ല ഉള്ളത്. ഇന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വജ്രായുധ ഉപയോഗിച്ച് അടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ. കാരണം ഇങ്ങനെയൊന്നും കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റില്ല. ഇന്ദ്രന്റെ ജോലി എന്താണ്? ആറ്റം ഉണ്ടാക്കണം. ആറ്റമെല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തിൽ ആറ്റം ഇങ്ങനെ വേണം. പ്രോട്ടോണ് നടുവിൽ ന്യൂട്രോണും പ്രോട്ടോണും അതിന് തുല്യമായ ഇലക്ട്രോണും. ഇതാണ് പ്ലാൻ, സയൻസ്. അതിനനുസരിച്ചിട്ടാണ് പ്ലാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പരമാത്മാവ് എന്ന പ്ലാൻ. ഈ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇന്ദ്രനുടെ വേവ്സ് എല്ലാം ഉണ്ടായി, കണങ്ങളുണ്ടായി, കണങ്ങൾ കൂടിച്ചേർന്നിട്ട് ന്യൂക്ലിയസ് ഉണ്ടായി. ഇന്ദ്രൻ നോക്കുമ്പോൾ രുദ്രനല്ല അത്തരത്തിലല്ല അവിടെ ഉള്ളത്. ന്യൂട്രലായിരിക്കുന്ന ന്യൂട്രോൺ ചേർന്നിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആണ്. ഇന്ദ്രന് ശിവനെ തിരിച്ചറിയാൻ പറ്റില്ല. കഥയിൽ പറയുമ്പോൾ അങ്ങനെയെല്ലാം പറയും. വജ്രായുധം കൊണ്ട് അത്രയും അതിനെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ വജ്രായുധ ഹാർഡായ സബ്സ്റ്റൻസ് കൊണ്ട് തന്നെ ഒരു ബലം, കോർഡിനേറ്റ് ചെയ്യുന്ന ബലം ഒന്ന് ആലോചിച്ച് നോക്ക്. സാധാരണ നിലയിൽ അങ്ങനെ ന്യൂട്രോൺ ആകാനേ വഴിയുള്ളൂ. പക്ഷെ ഏതോ ഒരു ശക്തി ഇതിനെ അടിച്ച് പൊളിച്ചിട്ട് ന്യൂട്രോണുമാക്കി കുറേ പ്രോട്ടോൺ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഇലക്ട്രോണിനെല്ലാം എടുത്ത് അടിച്ച് വെളിയിൽ കളഞ്ഞിട്ട് പൊട്ടിച്ചു ന്യൂക്ലിയസിന്. ഇങ്ങനെയുള്ള ന്യൂക്ലിയസ് എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട പ്ലാൻ അനുസരിച്ചിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാക്കണം. രുദ്രൻ അതിനെ പൊളിച്ച് മാറ്റി ആദ്യത്തെ സാഗരത്തിൽ തന്നെ, സാഗരമാണല്ലോ ആദ്യം ഉണ്ടായിരുന്നത്, പാലാഴി, അതുപോലെയുള്ളതിലേക്ക് അങ്ങ് മാറ്റി. ഇലക്ട്രോണിയെല്ലാം തള്ളി അതിൻ്റെ അകത്തുനിന്ന് മാറ്റി. പ്രോട്ടോണി ഇലക്ട്രോണിയെല്ലാം അടിച്ച് മാറ്റി. നമ്മൾ ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടില്ലേ, എന്തോ ഒരു മരുന്ന് കഴിച്ചിട്ട് ഇതിനെ പിടിച്ചു മാറ്റുന്ന രണ്ടുപേര് തമ്മിൽ മരുന്ന് കൊടുത്തത് ആൾ മാറിപ്പോയി, എന്നിട്ട് പിടിച്ചു മാറ്റുന്നതെല്ലാം പൂച്ചക്കാര് മണികെട്ടുന്നുള്ള സിനിമയിലെ മാതിരി. ഇത് ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് ഒരു കട്ടയായിപ്പോയി. രുദ്രനാണ് പിന്നെ അവിടെ പോയി അടിച്ച് പൊളിച്ച് ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും വേർപെടുത്തി ഒരു ന്യൂക്ലിയസിൻ്റെ അകത്ത് വേണ്ട ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും മാറ്റപ്പിച്ച് ബാക്കി ഇലക്ട്രോണിനെ എല്ലാം അടിച്ചങ്ങ് ദൂരെ കളഞ്ഞു, വേർപെടുത്തി. എത്ര ശക്തി ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് വജ്രായുധം. ഇന്ദ്രനെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രപഞ്ച സൃഷ്ടി സമയത്ത് ആദ്യം ഇലക്ട്രോണും പ്രോട്ടോണും തന്നെയാണ് ഉണ്ടാവുക. അത് കൂടിച്ചേർന്ന് കളിയും, കൂടിച്ചേർന്നാൽ ന്യൂട്രോണായി പോകും. പിന്നെ പ്രപഞ്ച സൃഷ്ടി എങ്ങനെ നടക്കുന്നു? പിന്നെ ആരാണ് ഇതിൻ്റെ ഇടത്ത് ഇറങ്ങിത്തിരിച്ച് ഇതിനെ വേർപെടിച്ചിട്ട് ഇതേമാതിരി കുറേ പ്രോട്ടോണിനെ നടുവിൽ വെച്ചു, കുറേ ഇലക്ട്രോണിയും പ്രോട്ടോണിയും കൂട്ടി ന്യൂക്ലിയസ് ഉണ്ടാക്കി, എന്നിട്ട് ഈ ഇലക്ട്രോൺ ഇതിൻ്റെ പിന്നിൽ ചുറ്റിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തി വിശേഷത്തെ, അത് സയൻസ് എന്തോ ആകട്ടെ, അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം മനസ്സിലാക്കാൻ ഈ ഒരു സ്റ്റേജ് മനസ്സിലാക്കി ഇതെങ്ങനെ സംഭവിക്കുന്നു. നമ്മൾ പോലും അന്തം വിട്ടു. ഏതൊരു ശക്തിയാണ് സാധാരണ നിലയിൽ നമ്മളിപ്പോൾ ഇവിടെ കുറേ ഇലക്ട്രോണും പ്രോട്ടോണും ഇട്ട് കഴിഞ്ഞാൽ അത് ഉഡ്ഡന കയറി അങ്ങ് ചേർക്കുകയാണ്. നമ്മളൊരു നല്ല മാഗ്നറ്റ്, കുറേ മാഗ്നറ്റ് ഇവിടെ വെച്ച് കുറേ ഇരുമ്പ് കൂടി അങ്ങ് ചേർന്ന് കളയും. പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്ത് പ്രത്യേകം വെക്കണ്ടിട്ട് നമ്മൾ കയറി പിടിച്ച് വലിച്ച് അതിനെ വേർപെടുത്തിയിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇതങ്ങ് കൂടി ചേർന്ന് കളയും. അപ്പോൾ ഇതാരാണ് ഫോഴ്സ്? അപ്പോൾ ആ സമയത്ത് ചിന്തിച്ച് സയൻസ് അറിയുന്നവർക്ക് ചിന്തിച്ചാലേ പിടികിട്ടുള്ളൂ, അല്ലാതെ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യം. അപ്പം അങ്ങനെ ഒരു ബലം വന്ന് ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ കൂടിച്ചേർന്ന് പോയി ന്യൂക്ലിയസ് മാതിരിയായി തീർന്ന ന്യൂട്രോൺ മാത്രം, ഇലക്ട്രോണും പ്രോട്ടോൺ ഉണ്ടായ ഇലക്ട്രോണും പ്രോട്ടോൺ മുഴുവൻ അങ്ങ് ഒന്നിച്ചായി തീർന്ന് ന്യൂട്രോണായി മാറി കുറേ ഗോളന്മാരി ആയപ്പോൾ അതിനെ ഇടിച്ച് പൊളിച്ച് മാറ്റിയിട്ട് കുറേ ഇലക്ട്രോണിനെ പ്രോട്ടോണിന് വേർപെടുത്തി കുറേ ന്യൂട്രോണാണ് വെച്ച് അതാണ് കിടന്നോട്ടെ. ഇലക്ട്രോൺ പ്രോട്ടോൺ അധികം വരുന്ന പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും അടിച്ച് വേർപെടുത്തി പ്രോട്ടോണിനെ മാത്രം അവിടെ വെച്ച് ഇലക്ട്രോണിനെ വെളിയിലേക്കും കളഞ്ഞു. എന്നിട്ടാണ് ചുറ്റിക്കുന്നത്. അപ്പം ന്യൂട്രോണെ പറ്റിയാണ് ഇവിടെ ഈ കഥയിലോട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. എന്ത് ചെയ്തു? വജ്രായുധത്തെ അടിച്ച് പൊളിച്ച്. അപ്പം അതിൻ്റെ കൂട്ടം എന്ത് പുറത്ത് വരും? എനർജിയും പുറത്ത് വരും. അപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ രുദ്രൻ്റെ തലയിൽ നിന്ന്, ഈ ന്യൂക്ലിയസിൽ നിന്ന് വളരെയധികം എനർജി പുറത്ത് വന്നു. എന്താണ് ഈ എനർജി? ന്യൂക്ലിയർ എനർജി. ഒരു ന്യൂക്ലിയസിനെയാണ് പൊട്ടിച്ചിരിക്കുന്നത്. അതിൽ പ്രോട്ടോണോ ന്യൂട്രോണോ എന്തോ ആട്ടെ, ഒരു ന്യൂക്ലിയസ് ആണ്. അതിനെ പൊട്ടിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായ എനർജി മുഴുവൻ പുറത്തേക്ക് വരും. ആ എനർജി എന്ത് ചെയ്യും?
പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിച്ചു കളയും. പ്രപഞ്ചത്തിന് മുമ്പിൽ നിൽക്കുന്ന കക്ഷി ആരാണ്? ഈ ബ്രഹ്മാവ്. ബ്രഹ്മാവാണ് അപ്പോൾ ഈ എനർജീനെല്ലാം സ്വീകരിച്ച് കുട്ടീനെ മാതിരിയാണ് ജലന്ധരനെ സ്വീകരിച്ചത്. കുട്ടി കൊണ്ടായിട്ട് ബ്രഹ്മാവിൻ്റെ കണ്ണിനും കൊണ്ടേ കുത്തിക്കൊടുത്തു എന്നാണ്. ബ്രഹ്മാവിന് പോലും അന്തം വിട്ട് നിൽക്കുകയാണ്, ഒന്നും കണ്ടുകൂടാ. കാരണം അത്രയും വലിയ എനർജി പുറത്തേക്ക് വന്നു. ബ്രഹ്മാവ് പോലും അന്തപ്പെട്ടു പോയി. ഈ സൃഷ്ടി നടത്തുന്ന ശക്തി പോലും ഈ എനർജിയിൽ എന്ത് ചെയ്യുന്നു? കാരണം ഇന്ദ്രനാണ് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ എനർജി എന്ത് ചെയ്യാൻ തുടങ്ങി? ഇന്ദ്രനെയും കൂടിയും നശിപ്പിക്കാൻ തുടങ്ങി. കഥയിൽ പറയുമ്പോൾ ശിവനെ ശിവന്റെ തലയിൽ അടിച്ച് പൊട്ടിച്ചുകൊണ്ട് ഊർജം വന്നിട്ട് അതിനെ ഇന്ദ്രനാണ് ചെയ്തുകൊണ്ട് ഇന്ദ്രനെ കൊല്ലാൻ നോക്കി എന്നെല്ലാം കഥയിൽ ഭംഗ്യം തരേണ പറയും. ആ എനർജി ഇന്ദ്രനെ പോലും എല്ലാ സൃഷ്ടിക്രമങ്ങളെയും നടത്താനുള്ള കഴിവുള്ളതായിരുന്നു. അപ്പോൾ കഥയിൽ പറയാണ് ഇന്ദ്രൻ മാപ്പപേക്ഷിച്ചു, ശിവൻ അറിയാതെ പറ്റിപ്പോയതാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു? ആ എനർജിയെ സാഗരത്തിൽ ഒളിപ്പിച്ചു. ആ എനർജിയാണ് സാഗരത്തിലേക്ക് പോയത്. അതായത് സാഗരം എന്ന് പറഞ്ഞാൽ അന്ന് പ്രപഞ്ചത്തിൽ വേവുകൾ ഉണ്ടായിരുന്നു, കുറേ കണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ രുദ്രൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം ഉണ്ട് ആ സാഗരത്തിലേക്ക്. കാരണം കടലിൻ്റെ സമാനമാണെന്ന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. കടലിലെ തിരമാലയും ബാക്കി എല്ലായിടത്തും ഒരേപോലെയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അന്നത്തെ പ്രപഞ്ചം. അപ്പം ബ്രഹ്മാവിന് ഇട്ടൊന്ന് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി കർത്താവെല്ലാം അന്തപ്പെട്ടിരുന്നു ഈ അവസ്ഥയിൽ. പക്ഷേ ഇന്ദ്രൻ എന്ത് ചെയ്യാണ്? ഇതിനെ പൊട്ടിച്ചിട്ട് വേർപെടുത്തിയിട്ട് വേണം ഇനി എന്ത് ചെയ്യാൻ? ഇന്നത്തെ ആറ്റത്തിൻ്റെ രൂപത്തിൽ, യഥാർത്ഥ രുദ്രൻ്റെ രൂപത്തിൽ അതിനെ ഉണ്ടാക്കാൻ. അപ്പം ആ എനർജി സാഗരത്തിലേക്ക് പോയി. അപ്പം കണ്ണിന് കുത്തിയപ്പോൾ ബ്രഹ്മാവ് ഒരു വരവും കൊടുത്തിട്ടുണ്ട്. അതാണ് ജലന്ധരൻ. ആ കുട്ടിയാണ്, ആ എനർജിക്കാണ്, ആ ഉണ്ടായ എനർജിക്കാണ് ജലന്ധരൻ എന്ന കുട്ടിയായിട്ട് കഥയിൽ ചിത്രീകരിച്ചത്. അപ്പം ബ്രഹ്മാവ് ഒരു വരം കൊടുത്തു. ഇവനെ ഇല്ലാതാക്കാൻ ശിവന് മാത്രമേ പറ്റുകയുള്ളൂ. ശിവൻ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് അടുത്ത കഥയിലാണ് പറയുന്നത്. അത് സ്കന്ദ പുരാണത്തിൽ നിന്നാണ് പറയുന്നത് എന്ന് നമ്മൾ കണ്ടു. അവിടെ എന്താണ് പറഞ്ഞതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു അസുരനായ ജലന്ധരനാണ്. അപ്പോൾ പ്രകൃതി സൃഷ്ടിക്ക് തടസ്സം നിൽക്കുന്നതിനെല്ലാം അസുരനായിട്ട് പറയും. ഈ ജലന്ധരൻ എന്ന് പറയുന്ന അസുരനാണ്. അത് ഈ സമുദ്രത്തിൽ കിടന്നിട്ട് എല്ലാവരെയും കീഴടക്കി. അതായത് പിന്നെ സൃഷ്ടി അടക്കുന്ന ആർക്കും ഒരു ശബ്ദവുമില്ല. പിന്നെ ആരേ ഉള്ളൂ? എല്ലാവരും അടങ്ങിപ്പോയി. ബ്രഹ്മാവിന് പോലും കണ്ണിനെന്ന് ഇട്ട് കൊടുത്തു സൃഷ്ടി ശക്തിക്കും. ഇന്ദ്രനും ഒരു രക്ഷയില്ല. ഇനി എന്ത് ചെയ്യണം? ഈ ഊർജം എന്ത് ചെയ്യും? കാരണം ന്യൂക്ലിയസിൻ്റെ അകത്തുനിന്ന് വരുന്ന ഊർജമാണ് ന്യൂക്ലിയർ എനർജി. അത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള അത്രയും വലിയ ശക്തിയാണെന്ന് നമുക്കറിയാം, ആധുനിക സയൻസിനറിയാം. ഈ എനർജിയാണ് ഇപ്പോൾ ഇവിടെ ഈ സാഗരത്തിൽ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാത്തിനും ഈ ജലന്ധരൻ എന്താക്കിയിട്ടുണ്ട്? കീഴടക്കിയിട്ടുണ്ട്. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? അവിടെ ഒരു രുദ്രനുണ്ട്. രുദ്രനെ പൊട്ടിച്ചിട്ടാണല്ലോ ഇന്ദ്രൻ കുറേ മാറ്റിയിട്ട്. പിന്നെ അവിടെ ന്യൂക്ലിയസ് ഉണ്ട്. കുറേ ആ ന്യൂക്ലിയസിൻ്റെ അകത്ത് കുറേ ന്യൂട്രോണും ഉണ്ടാവും, വേർപെടുത്തിയ പ്രോട്ടോണും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഈ രുദ്രനാടിയുണ്ട്, അതിനെ അത് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ജലന്ധരൻ എന്ത് പറയുന്നു കൂട്ടുകാരോട്? ഞാൻ എല്ലാവരെയും കീഴടക്കിയിരിക്കും. ഇനി അവിടെ ഒരു രുദ്രൻ ഇരിക്കുന്നുണ്ട്, അതുകൂടി ഇല്ലാതാക്കിയിട്ട് ഞാൻ അടങ്ങിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ കൈലാസത്തിലേക്ക് തന്നെ പോയി. ആ ബാക്കി കിടക്കുന്ന സ്ഥലത്തേക്ക് കീഴടക്കാനായിട്ട് പോയി. അപ്പം ശിവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തൻ്റെ കാലിൻ്റെ വിരൽ കൊണ്ട് ആ സമുദ്രത്തിൽ ചുറ്റി, പാലാഴി മദനത്തിൻ്റെ അതേ കഥ തന്നെയാണ് ഇവിടെ വേറൊരു രൂപത്തിൽ ശിവൻ ആ സാഗരത്തിൽ ചുറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഊർജത്തെ ചുറ്റുകയാണ് ആ രുദ്രൻ്റെ ചുറ്റും. അവിടെ അപ്പോൾ രുദ്രനിൽ എന്താണുള്ളത്? ശിവൻ പൊട്ടിച്ചപ്പോൾ ന്യൂക്ലിയസും ഉണ്ട്. ആണ് ന്യൂക്ലിയസ്, ബാക്കി വരുന്നതാണ് ന്യൂക്ലിയസ്. അതിൻ്റെ അകത്ത് ന്യൂട്രോൺ ഉണ്ട്. കുറേ പ്രോട്ടോണും ഇലക്ട്രോണും കൂടിയ ന്യൂട്രോണിനെ ആവശ്യത്തിനുള്ളിൽ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രോട്ടോണും ഇലക്ട്രോണും കൂടിച്ചേർന്ന ന്യൂട്രോൺ ആയിരുന്നല്ല മുഴുവൻ, അതിൽ ഒരു കുറച്ച് ഭാഗത്തിൻ്റെ പ്രോട്ടോണിനെ ഇലക്ട്രോണിൽ വേർപെടുത്തിയിട്ടാണ് അങ്ങോട്ട് തള്ളി. അതിൻ്റെ കൂട്ടത്തിലാണ് എനർജി പോയി. ആ പ്രോട്ടോണിൽ കൂട്ടിയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ശിവൻ കാലുകൊണ്ട് ഒരു വര വരച്ചു എന്ന് പറഞ്ഞാൽ സാഗരത്തിൽ വരച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഒരു ഓർബിറ്റ് ഉണ്ടാക്കി. അങ്ങനെ അതിൽ നിന്നാണ് സുദർശന ചക്രമുണ്ടായത്. അപ്പം ആറ്റത്തിൻ്റെ ആ ഒരു ന്യൂക്ലിയസും അതിന് ചുറ്റുമുള്ള ഓർബിറ്റുകളെയാണ്
സുദർശന ചക്രം എന്ന് പറയുന്നത്. ആറ്റം തന്നെയാണത്. അങ്ങനെ ചുറ്റി. എന്നിട്ട് ചുറ്റിയതിൻ്റെ ശേഷം ജലന്ധരനോട് പറഞ്ഞു, ഇത് നിനക്ക് പൊന്തിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നീയുമായിട്ട് യുദ്ധം ചെയ്യാം. ജലന്ധരൻ തന്നെ ഭംഗിയായിട്ട് പൊന്തിച്ചു. പൊന്തിച്ചപ്പോൾ തന്നെ സുദർശന ചക്രതായി അവൻ്റെ തലയങ്ങർത്തു. പറഞ്ഞതിനർത്ഥം ആ ഊർജം മുഴുവൻ എന്തായി മാറി? കഥയിൽ കറിഞ്ഞ് പൊടിപ്പും തൊങ്ങലെല്ലാം വെച്ചിട്ട് പറയുന്നതാണ്. കഥയിൽ അതേപോലെ എടുത്തേക്കരുത്, ചോദ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ്. കാരണം സുദർശന ചക്രം ഉണ്ടായതിൻ്റെ ശേഷം മുങ്ങിയാൽ എങ്ങനെയാണ്? അപ്പോൾ അത് ഓർമ്മിച്ചല്ലാലോ എന്ന് വേണ്ടിയിട്ട് തർക്ക ചോദ്യമില്ല കഥയിൽ. സാധാരണക്കാരന് വേണ്ടി പറയുന്നതാണ്. വേദങ്ങളിലൊന്നും ഇങ്ങനെ കഥയൊന്നും അല്ല പറയുന്നത്. പുരാണങ്ങളിലാണ് സാധാരണക്കാരന് വേണ്ടി കഥ രൂപത്തിൽ മനസ്സിലാക്കാൻ പറയുന്നത്. അതോടുകൂടി ജലന്ധരൻ ഇല്ലാതായി. ജലന്ധരൻ മുഴുവൻ എന്തായി മാറിയ ഓർബിറ്റ് സുദർശന ചക്രത്തിൽ ലയിച്ചു. ആ ഊർജം മുഴുവൻ ആ ഓർബിറ്റിലേക്കായിട്ട് ഇത് പൊന്തിച്ചപ്പോൾ ആ ഊർജം മുഴുവൻ ആ ഓർബിറ്റിന് ചുറ്റും കറങ്ങുന്ന തരത്തിലായി. ഇപ്പം പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വേവാണ്, തരംഗരൂപത്തിലുള്ള ഊർജമാണ്. ഊർജത്തിലെ കുറേ ഊർജങ്ങൾ തരംഗങ്ങൾ യോജിപ്പിച്ചതാണ് കണങ്ങളുണ്ടായ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ടായത്. പിന്നെ ബാക്കി വരുന്ന ഊർജമാണ് ഈ പറയുന്ന സാധനം. അതാണ് ന്യൂട്രോണായിട്ട് മാറിയത്. അത് പൊട്ടിച്ചപ്പോൾ ഈ ഊർജം ആദ്യമേ തിരിച്ചു വന്നു. ഈ തിരിച്ചു വന്ന ഊർജത്തെ കുറേ എന്ത് ചെയ്തു? ഈ ഓർബിറ്റിന് ചുറ്റും ഓർബിറ്റായിട്ട് അതിൽ അറേഞ്ച് ചെയ്തു. അതിനാണ് ആധുനിക സയൻസ് ഓർബിറ്റൽ എനർജി എന്ന് പറയുന്നത്. ഓർബിറ്റൽ എനർജി എന്ന് പറയും. കെമിസ്ട്രി പഠിക്കുന്നവർക്കറിയാം. ഇപ്പോൾ ഊർജം തീർന്നില്ല. അപ്പോൾ ശിവൻ നോക്കിയപ്പോൾ കൽത്തർത്തയിൽ അതിനകത്തുനിന്ന് മാംസവും മറ്റേ ഇറച്ചിയെല്ലാം വരുമല്ലോ. ബാക്കി വരുന്ന ഊർജം എന്നാണ് അതിൻ്റെ അർത്ഥം. ബാക്കി വരുന്ന ഊർജത്തെ ശിവൻ എന്ത് ചെയ്തു? പാതാളത്തിലേക്ക് കൊടുത്തു വിട്ടു. പാതാളം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക്. വേറൊരു അർത്ഥത്തിൽ പഠിക്കുകയാണ്. കഥയാകുമ്പോൾ ഇത് നീട്ടി വലിച്ചെല്ലാം പറയാം, ചോദ്യമില്ല. ഭൂമിയുടെ അകത്തേക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ല. കാരണം കുറേ എനർജി എവിടെയുണ്ട്? ഓർബിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ബാക്കി കുറേ എനർജി ഇന്നത്തെ ഭൂമിക്കടിയിലുള്ള ഊർജവുമുണ്ട്. ഭൂമിയുടെ സെൻറ്ററിൽ ഭയങ്കര തീയുണ്ട്, അഗ്നിയുണ്ട്. ആറ്റത്തിൻ്റെ അകത്തും അത്രയും അഗ്നിയുണ്ട്. കഥയിലൂടെ പറയുമ്പോൾ ഇങ്ങനെയെല്ലാം പറയും. കഥയിൽ ചോദ്യമില്ല. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാകുന്ന ഊർജത്തിൽ കുറേ കണങ്ങളായി മാറി E=mc² എന്നെല്ലാം പറയുന്ന തത്വം വേണ്ടിക്ക് അവിടെ ഉപയോഗിച്ചു. പക്ഷേ ഇവിടെ അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഓർബിറ്റ് കൂടിച്ചേരുന്നിടത്തുള്ള ആ കണങ്ങളാണ്. എന്നിട്ട് ബാക്കി ഓർബിറ്റൽ എനർജി ആയിട്ട് മാറി. ബാക്കി കുറേ എനർജി എവിടെയുണ്ട്? ന്യൂക്ലിയസിൻ്റെ അകത്തുണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള എനർജിയാണ് പൊട്ടിക്കുമ്പോൾ ന്യൂക്ലിയർ എനർജി ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അതേപോലെ തന്നെ കുറേ അക്കാലത്തുള്ള എനർജികൾ ഗ്രഹങ്ങളുണ്ടല്ലോ പലതരം. അതിലുള്ള ഒന്നാണല്ലോ ഭൂമിയും. ഭൂമിയുടെ സെൻറ്ററിൽ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഭൂമിയിലുള്ള സെൻറ്ററിലുള്ള ഊർജത്തെയാണ് പറയുന്നത്. ആ സ്ഥലത്തിനെയാണ് അത് ആർക്കയച്ചു കൊടുത്താൽ പാതാളത്തിൻ്റെ ചാർജ് ആർക്കാണ്? യമൻ ആരാണെന്നെല്ലാം പിന്നെ നോക്കാം. അതിൻ്റെ ചാർജ് യമനാണ്. അപ്പം യമന് കൊടുത്തു. യമൻ അതിനെ കൊണ്ടാണ് മഹാരൗരവം എന്ന നരകമുണ്ടാക്കിയത്. ഏതാണ് ഈ രൗരവം എന്ന നരകം? ഭൂമിക്കടിയിൽ കുറേ 7 ലോകങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും അടിയിലുള്ളത് ആ സെൻറ്ററിലുള്ള അഗ്നിയാണ്. ഇതിലെ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള അഗ്നിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഭൂമിക്ക് അടിയിലുള്ള അഗ്നിയാണ്. അതിനാണ് മഹാരൗരവം എന്ന ഊർജം. അപ്പം അധികമുള്ള ഊർജം ഭൂമിയുടെ സെൻറ്ററിൽ അങ്ങനെ കിടക്കുകയാണ്. ഇതിൽ ന്യൂക്ലിയസിൻ്റെ അകത്ത് കിടക്കുകയാണ്. അതിനെ മഹാരൗരവം എന്ന് പറയും. അപ്പോൾ ഈ പാതാള ലോകത്തിൽ നമ്മൾ കൊണ്ടുപോകുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നിലയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇത് ശരീരം ഞാനല്ല, ഈ ശരീരം വേദം തന്നെ പറയുന്നത് ഒരു ഉടുപ്പെടുത്തിട്ട് ഉടുപ്പിന് സമാനമാണ്. നമ്മൾ പാമ്പ് അതിൻ്റെ തോല് കഴിക്കുന്ന മാതിരിയാണ് നമ്മളെ ഈ ഉടുപ്പ് മാതിരിയാണിത്. ഞാനെന്നത് ആത്മാവാണ്. മറ്റേ പതങ്ങ് പോകും. അതെവിടെ നിന്നാണ് വരുന്നതെന്നല്ല നമുക്ക് പിന്നീട് പറയാം. അത് ഈ ശരീരമായിട്ട് ഒരു ബന്ധമില്ല. ഇതൊരു ഉടുപ്പിന് സമാനമാണ്.
ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തെ പറ്റി അത് എടുത്ത് കളഞ്ഞാൽ എന്ത് ചെയ്താലും മതി, വൃത്തിയാണ് നാറാതിരിക്കാൻ വേണ്ടി മതി. പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാണാൻ വരികയാണ്. മരിച്ചല്ലോ, ഞാൻ പോയിട്ടൊന്നും നോക്കട്ടെ, അവസാനം നോക്കട്ടെ. പിന്നെ അവിടെ കിടന്ന് കെട്ടിപ്പിടിച്ച് കരയേണ്ട ഏരിയയാണ് ഈ പഴംതുണീനെയാണ് കെട്ടിപ്പിടിച്ച് കരയുന്നത്, പൗഡർ ഇട്ട് കുളിപ്പിച്ച്. ഇതാണ് നാം വിറ്റിരിക്കുന്നത്. അപ്പം 99% വ്യക്തികളും, അത് വിശ്വാസിയായാലും വേണ്ടിയില്ല അവിശ്വാസിയായാലും വേണ്ടിയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ആ വ്യക്തി. എന്നിട്ട് കുളിപ്പിക്കുക. അപ്പം ആ നിലയിൽ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം മരിച്ചു കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ പോകും. അതിൻ്റെ ചില ഭാഗങ്ങൾ ചിലവർക്ക്, എല്ലാവരും ഒന്നും പോയെന്ന് വരില്ല. ചിലവരുടേത് ചിലപ്പോൾ അങ്ങ് ഭൂമിയിൽ ആ മഹാരൗരവം നരകത്തിലെത്താം. അവിടെ കിടന്നിട്ട് ആ ശരീരം എന്താ ഇങ്ങനെ ആ ചൂടിൽ അങ്ങനെ പോകും. ഇപ്പം കഥയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവിടെ കൊണ്ടുപോയിട്ട് പൊരിക്കുന്നു. കാരണം ആരെയാ പൊരിക്കുന്ന? ഈ വിവരമില്ലാതെ, കാര്യം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മനുഷ്യരെ, അവരെയാണ് അവിടെ കൊണ്ട് പൊരിക്കുന്നത്. ശരി തന്നെയാണ്, ഈ ശരീരമാണ് ഞാനെങ്കിൽ അന്നെ അവിടെ കൊണ്ടുപോയി പൊരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് ആർക്കേ ഉള്ളൂ? പുരാണങ്ങളിലേ അത് പറഞ്ഞിട്ടുള്ളൂ. പുരാണങ്ങൾ കഥ രൂപത്തിൽ പറയുമ്പോൾ എല്ലാം പറയും നിന്നെ കൊണ്ടുപോയി അവിടെ പൊരിക്കും. കാരണം ഞാനെന്ന് പറയുന്നത് ഈ ശരീരം എന്ന് ചിന്തിക്കുന്നവനെ അത് ബാധിക്കുന്നുള്ളൂ. വേദം എന്ത് പറയുന്നുണ്ട്? പാപവുമില്ല പുണ്യമില്ല, മരിച്ചാൽ ഒരു ചുക്കുമില്ല എന്നാണ് പറയുന്നത്. ആത്മാവെന്ന് പോയി. ആത്മാവ് എന്താണെന്ന് പിന്നീട് കാണാം, സയൻസിലോട്ട് തന്നെ കാണാം. അപ്പോൾ എല്ലാതവനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം തന്നെയാണ്. ആ ശരീരമാണ് ഞാനെങ്കിൽ അവിടെ കൊണ്ട് പൊരിക്കുകയും ചെയ്യും. വലിയ പാറയെടുത്ത് നമ്മളെ ശരീരത്തിൻ്റെ മേലെ വെക്കും. ചിലവരെ തീയിലിട്ട് പൊരിക്കും, ചിലവരെ തണ്ടൂരി ചിക്കനിലിട്ട് പൊരിക്കും. തണ്ടൂരി അടുപ്പിലിട്ട് പൊരിക്കുന്നതല്ലോ ഇല്ല, എന്തെല്ലാം തരത്തിലാണ്. ചിലവരെ കൊന്നിട്ട് വെട്ടി 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 തുണ്ടാക്കിയിട്ട് ചാക്ക് കെട്ടിയിട്ട് കൊണ്ടുപോകും. ഇതെല്ലാം തന്നെയാണ് പറഞ്ഞിരിക്കുന്ന പലതരം നരകം. ആർക്ക്? ഈ ശരീരമാണ് ഞാനെന്ന് ചിന്തിക്കുന്ന അജ്ഞാനികൾക്ക് ഇതെല്ലാം അവരെ ശരീരത്തെ ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ ഇതെന്തായാലും ചിലവരെ എവിടെയും കാട്ടിൽ കിടന്ന വല മൃഗങ്ങളോ ഉറുമ്പുകളോ ജീവികളോ ബാക്ടീരിയകളോ കാട്ടിച്ച് വീറിച്ച് എന്തെല്ലാം ചെയ്യും. അത് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് പുരാണ കഥകളിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ശരീരം ഇങ്ങനെയാക്കുക. ആർക്കാണിത്? കഥയിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ശരീരമൊന്നുമല്ല നമ്മൾ. മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തെ നിങ്ങൾ പൊരിക്കുകയോ എണ്ണയിലിട്ട് പൊരിക്കുകയോ എന്തോ ചെയ്തോട്ടെ. കഥയിൽ വരുമ്പോൾ അതിൻ്റെ ആശയം നല്ലോണം ബുദ്ധിപരമായിട്ട് ആലോചിക്കണം. അല്ലാത്തവരെ പിന്നെ അങ്ങനെ എഴുതി പിടിപ്പിച്ചാൽ വല്ലവനും നന്നാകുന്നുണ്ട് നന്നായിക്കോട്ടെ എന്നും വെച്ചിട്ടുണ്ടാകുമായിരിക്കും. പക്ഷേ വേദം പറയുന്നതനുസരിച്ച് അതിനും പ്രശസ്തിയൊന്നുമില്ല. കാരണം ഓൾറെഡി തീരുമാനിച്ചിട്ട് ജനിക്കുമ്പം തന്നെ പറഞ്ഞു വിടുകയാണ്. നമ്മൾ വേദങ്ങളിൽ സാരോപദേശങ്ങൾ എന്ന് പറയുന്നതൊന്നും പറയാൻ നിന്നിട്ടില്ല. വേദം എന്ന് പറഞ്ഞു തന്നത് ഇത്രയും ശാസ്ത്ര തത്വങ്ങൾ പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഈ സാരോപദേശങ്ങൾ എന്തിനാ പറയുന്നത്? ആരും ഉപദേശിച്ച് നന്നാക്കാനൊന്നും വേദം പോകുന്നില്ല, അതിൻ്റെ അർത്ഥമില്ല. പക്ഷേ നമ്മൾ വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ LKG കുട്ടികളെ മോറൽ സയൻസ് പഠിപ്പിക്കുന്ന മാതിരിയാണ് നമ്മൾ ഈ വേദം എടുത്ത് വെച്ചിട്ട് സാരോപദേശങ്ങൾ, നിങ്ങൾ ഇങ്ങനെ നടന്നിട്ടേ അങ്ങനെ നടന്നിട്ടില്ലേ, ഇന്ന ചെയ്താൽ ഇതെല്ലാം ഇങ്ങനെയെല്ലാം നമ്മൾ ഇങ്ങനെയല്ല ജീവിക്കണം എന്നെല്ലാം പറയുന്നത് ഒരു മണ്ടത്തരം തന്നെയാണ്. പ്രായമായ ആൾക്കാരെയെല്ലാം പിടിച്ചിരുത്തിയിട്ട് മോറൽ സയൻസ്, ചെറിയ LKGയിലെ കുട്ടികളെയാണ് സാധാരണ മോറൽ സയൻസ് പഠിപ്പിക്കുക. വേദത്തിൻ്റെ പേരിൽ നമ്മൾ മോറൽ സയൻസ് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അവസ്ഥ ചിന്തിച്ചു നോക്കും. ഈ വേദം പറയേണ്ട ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോഴത്തെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ നമ്മളെല്ലാം പിന്നെ എങ്ങനെയായിരുന്നു പണ്ട് ജീവിച്ചിരുന്നത്? എത്ര നടന്ന് പാടുപെട്ട് സ്കൂളിൽ എത്രയോ കിലോമീറ്റർ അകലെയാണ് ഇങ്ങനെയെല്ലാം വെച്ചിട്ടാണ് മക്കളെ പഠിപ്പിച്ച മക്കളെല്ലാം ഇന്ന് നമ്മളെ മക്കളെ എങ്ങനെയാണ് അവർ വേറെ പോലെ രാവിലെ തന്നെ ഭക്ഷണമെല്ലാം പൊതിഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ ജനത്തിന് ഇതെല്ലാം കേൾക്കേണ്ടത്. ജനത്തിന് ഇതെല്ലാം തന്നെയാണ് കേൾക്കേണ്ടത്. ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ജനത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളെത്ര പാടുപെട്ടിട്ടാണ് പോയത്. ഇന്നത്തെ മക്കൾക്ക് അങ്ങനെയെല്ലാം ചിന്തയുണ്ടോ? നമ്മൾ ഇത്ര പാടുപെട്ടിട്ടാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ വയസ്സന്മാരാണല്ലോ ഇവിടെ കേൾക്കാൻ അതിയിരിക്കുക. വയസ്സന്മാർക്ക് അവരും ആലോചിക്കും കൊടുക്കുക, ശരിയാണല്ലോ ഞാനില്ല മക്കൾ ഇങ്ങനെ നോക്കി ഇപ്പോൾ അമ്മമാർ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അപ്പോൾ അവർക്കൊരു മനസ്സിലെ സമാധാനം. അവരും വിചാരിക്കും വേദം വായിച്ചു കഴിഞ്ഞാൽ അവരെങ്കിലും ഒന്ന് വേദമൊന്നും കേൾക്കട്ടെ ഈ കുട്ടികൾ, എങ്കിലും നന്നായി പോകുന്നു. പക്ഷേ ഈ വേദത്തിന് ഇതെല്ലാം എന്തുകൊണ്ടോ?
വേദം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ബുദ്ധിമാന്മാർക്ക് വേണ്ട കാര്യങ്ങളാണ് വേദത്തിൽ എഴുതി വെച്ചിരുന്നത്. സയൻസ്, കെമിസ്ട്രി എല്ലാം ഉള്ള കാര്യങ്ങൾ അവിടെ കയറിയിട്ട് ഈ 1ാം ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കുന്ന മാതിരിയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നമ്മളിവിടെ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒന്നും പറയാൻ ഇവിടെ കിട്ടിയിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. ഈ സൂക്തം ചൊല്ലുന്നവർക്കോ അതിൻ്റെ അർത്ഥം പറയുന്നവർക്കൊന്നും ഇങ്ങനെ പറയാൻ തോന്നിയിട്ടില്ല. സാരോപദേശങ്ങൾ, LKG ക്ലാസ്സിലെ കാര്യങ്ങൾ, കുട്ടികൾ ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം, ഇതൊന്നും പറയാനൊന്നും ഒരു സൂക്തത്തിലും നമുക്ക് സാധിച്ചിട്ടില്ല, നമ്മളെവിടെയും കണ്ടിട്ടുമില്ല. വേദങ്ങളിൽ കെമിസ്ട്രി പറയുന്ന ഇനിയുള്ള കെമിസ്ട്രികളെല്ലാം അടുത്തായാലും പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റിയല്ലാണ്. അവിടെ കയറിയിട്ട് ഇത്ര സയൻസ് ബുക്കിൽ കയറിയിട്ട് സാരോപദേശങ്ങളും കൂടിയും പറയാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതി തീരില്ല. അതുകൊണ്ട് കഥകളിൽ മഹാരൗരവം എന്നെല്ലാം പറയുമ്പോൾ അവിടെ സയൻസാണ് പറയുന്നത്. നിങ്ങളുടെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ അത്രയും ടെമ്പറേച്ചറുള്ള സ്ഥലമുണ്ട്. നമ്മുടെ ശരീരം നമ്മളാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പൊരിക്കും, എണ്ണയിൽ പൊരിക്കും. നമ്മൾ ഈ ശരീരത്തെ നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്. ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ എന്ന് പറഞ്ഞ ഈ ശരീരമാണെങ്കിൽ നിന്നെ കൊണ്ടേ അവിടെ പൊരിക്കും, സംശയമൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ചിലവർ പൊട്ടിയിലിട്ട് ആണിയിട്ട് അടിച്ചു വെക്കും. അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തെ കുറേ ബാക്ടീരിയകളെല്ലാം വന്ന് വലിച്ച് കയറി ഒരുമാതിരി ചണ്ടിമാരിയാക്കി ഇതെല്ലാം തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. എല്ലാവരെയും തീയിലിട്ട് കുറേ അതിൻ്റെ മേലെ വിറക് കയറ്റി വെക്കും. അവിടെ കിടത്തിയതിൻ്റെ ശേഷം വിറകും മരയെല്ലാം വലിയ പ്ലാവെല്ലാം മുറിച്ചിട്ടായിരിക്കും ചില പട്ടി വെക്കും. ഇതിൻ്റെ അടിയിൽ 4 ഭാഗത്തുനിന്ന് തീയിട്ട് പുകച്ചിട്ട് നമ്മളെ എന്ത് ചെയ്ത് കളി വല്ലാതെ നരകം തന്നെയാണ്, കഷ്ടപ്പെടുന്നത് തന്നെയാണ്. ആ വേവുന്ന അതിൻ്റെ അടുത്ത് പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ദഹിപ്പിക്കുന്നതിൻ്റെ ചുറ്റും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചൂട് വരുന്നിടത്തൊന്നും ഈ മാവിൻ്റെ തടിയെല്ലിട്ട് കത്തിപ്പോൾ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. പക്ഷേ അതിന് വലം വെക്കേണ്ട ഒരു ചടങ്ങുമുണ്ട്. അപ്പോൾ അതിന് വലം വെക്കുക ഓടിയാ ചെയ്യുക ചിലവർ ഈ ചൂട് കൊണ്ട്. എവിടെ ചില ഈ കാറ്റെല്ലാം ഉണ്ടെങ്കിൽ ചില സ്ഥലത്തൊന്നും നിൽക്കാൻ പറ്റില്ല, വലം വെക്കണം അതിൻ്റെ ചുറ്റും. ഇങ്ങനെയെല്ലാം ചടങ്ങുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സഹിക്കില്ലെങ്കിൽ നമ്മളെ ശരീരത്തിന്, നമ്മളാണ് ആ ശരീരമെങ്കിലും ഒന്നാലോചിച്ച് നോക്കി. പൊരിക്ക് തന്നെയാണ്, എണ്ണി ഒഴിച്ചു കൊടുക്കുക അതിനകത്ത് കത്താൻ വേണ്ടിയിട്ട്, പൊരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ പൊരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഈ മുട്ടുമാതിര കുറേ ചിരട്ടി വിട്ട് കുറേ എണ്ണയെല്ലാം പശു നെയ്യ് എന്തെല്ലാം എണ്ണ കൊണ്ടുപോയിട്ട് ഒഴിക്കും. ഇതെല്ലാം കൂടി ഒരു കത്തലാണ്. ആ കത്തലിന് ഇന്നാണെങ്കിൽ ഇലക്ട്രിസിറ്റി മറ്റേ അതിൻ്റെ അകത്ത് നോക്കിയാൽ തന്നെ കാണാം ചുട്ട് കൊള്ളുന്നത്. നമ്മളെ പൊരിക്കുകയാണ്. നമ്മൾ ഈ ശരീരം നമ്മളല്ലേ, അത് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളമാണ് അത് പൊരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിൽ വേദം കളവൊന്നും പറയില്ല, വേദത്തിൽ ഇതൊന്നും പറയില്ല. ഇന്നത്തെ ചടങ്ങൊന്നും വേദത്തിലില്ല. പുരാണങ്ങളും പറയുന്നുണ്ടെങ്കിലും കളവൊന്നും പറയില്ല. നിങ്ങൾ ശരീരം, നമ്മളാണല്ലോ നമ്മളെ തീരുമാനിക്കുന്നത്, നമ്മളാണ് ശരീരമെങ്കിലും ഇതെല്ലാം ചെയ്യും. അതെല്ലാം ഉള്ള തന്നെയാണ്, ഇതെല്ലാം അനുഭവിച്ചേ പറ്റൂ. എല്ലാ വേദം പറയുന്നുണ്ട്. വേദം ഓർമ്മിച്ച് പറഞ്ഞത് സ്വർഗമില്ല നരകമില്ല, ചത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല. ആത്മാവെന്താണെന്ന് പിന്നീട് പറയാം. അത് ഈ ശരീരം വിട്ടു കഴിഞ്ഞു പിന്നെ ഇത് നമ്മുടെ ഒരു പാമ്പ് അതിൻ്റെ പടം കഴിച്ചതിന് കഴിക്കുക എന്തോ പറയല്ല, അതിന് സമാനമാണ്. നമ്മളെ വസ്ത്രത്തിന് സമാനമാണ് ഈ ശരീരം. മരിച്ചു കഴിഞ്ഞാലും ഇതിന് ഒരു ചുക്കും ചെയ്യാനില്ല. പക്ഷേ ഭൂരിപക്ഷം ജനങ്ങളും 100% ജനങ്ങൾ, ആ യുക്തിവാദിയായാലും വിശ്വാസിയായാലും എല്ലാം ഈ ശരീരമാണ് ഞാനെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ അതിനെയും കെട്ടിപ്പിടിച്ച് കരയാൻ തോന്നുന്നത്. അതിനെ പിടിച്ചിട്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹാരൗരവം എന്ന നരകം തീർക്കുകയും ചെയ്തു. ഇത് ഇത്രയും ഞാൻ പറയാൻ കാരണം ഈ മഹാരൗരവമെല്ലാം സയൻസിലൂടെ വരുന്ന പ്രതിഭാസങ്ങളാണ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ അത്യുഗ്രമായ ചൂടുണ്ട്. അത് പാതാള ലോകങ്ങളിൽ ഒരു നരകമാണ്. അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലും അത്രയും വലിയ ഊർജം സംഭരിച്ചു വെച്ചിട്ടുണ്ട്.